ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രീ കിക്ക് വയനാട് വിഷൻ ചാനൽ കേരള അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രീ കിക്ക് പഴൂരിൽ ആവേശോജ്വലമായ സ്വീകരണമാണ് ഞങ്ങൾക്കിവിടെ ലഭിച്ചത്. ഏറ്റവും മനോഹരമായ ഒരു ക്രൗഡാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് സന്തോഷം. അപ്പോ ഇത് നമുക്ക് എന്താണ് പറയാ, ഈ ഘോഷയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിന്റെ ഉത്സവമായിട്ട് തന്നെയായിരുന്നു. ഒരുപാട് ആളുകളുണ്ട്. അപ്പോ ഈ ഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് അല്ലെ ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പൊ പഴൂർ എന്ന് പറയുന്നത് ഒരുപാട് ഫുട്ബോൾ ആരാധകരും അതുപോലെ ഫുട്ബോൾ കളിക്കാരുമുള്ള ഒരു സ്ഥലമായിരുന്നു അല്ലെ. എങ്ങനെയായിരുന്നു ഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്? എത്ര വർഷമായി? ഇപ്പൊ ഏകദേശം ഒരു 15-20 വർഷത്തോളായി ക്ലബ്ബ്. എല്ലാ വർഷവും വയനാട് ജില്ലയിൽ ഒരു 10 പൈസ പുറമേ നിന്ന് പിരിക്കാതെ കാണികളുടെ സംഭാവന വാങ്ങാതെ ടൂർണമെൻറ്റ്, അതായത് ലീഗ് മത്സരം ഒരു 3 ഫ്ലഡ് സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുന്ന ഒരു പ്രദേശം വയനാട് ജില്ലയിൽ ഒരുപക്ഷെ ഉത്തമ തെളിവുകളാണ് നമ്മുടെ ഈ കാലുകൾ. കാലുകൾ കഴിഞ്ഞ ദിവസം അഴിച്ചിട്ടേ ഉള്ളൂ. 3 ആഴ്ച നീണ്ടുന്ന ടൂർണമെന്റ് കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് അടുത്ത സീസണിൽ ഇപ്പൊ 8ാമത്തെ സീസൺ നമ്മൾ കഴിഞ്ഞു. സ്വന്തമായിട്ട് നമുക്ക് ഫ്ലഡ് ലൈറ്റ് ഉണ്ട്. ജില്ലത്തെ ഏറ്റവും നല്ല പ്ലേയേഴ്സിനെ വെച്ചിട്ട് ₹1 മേടിക്കാണ്ട് നമ്മൾ പ്രാദേശികമായിട്ട് ലീഗുകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആരാണ് കപ്പടിക്കുക? ഓക്കെ, അപ്പൊ നമ്മളൊരു പ്രവചനത്തിലേക്ക് പോവാണ്. ഫൈനല് ഇപ്രാവശ്യം പോർച്ചുഗലും ഫ്രാൻസും സെമിഫൈനൽ 4 ടീം സെമിഫൈനലിൽ എത്തുന്ന ഇന്നെടുത്ത കപ്പ് അത് ആർക്കും കൊടുക്കില്ല എന്ന് അർജന്റീനയാണ്. അർജന്റീന, പോർച്ചുഗൽ, ഫ്രാൻസ് ഒന്നും പറയുന്നില്ല. ഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നമ്മുടെ ഗ്രൗണ്ടിൽ വലിയ രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പൊ അടിപൊളിയായിട്ട് ഇവിടെ. അപ്പൊ നമുക്ക് ഇവരോട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അറിയാവുന്ന ആളുകൾ കൈപൊക്കണം. ഞങ്ങളുടെ പ്രീമിയർ ലീഗിന്റെ PPL എന്ന് പറഞ്ഞ പ്രീമിയർ ലീഗിന്റെ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്ന കേരള അക്കാദമി നിങ്ങൾക്ക് 10,001 രൂപ നൽകും. ആരാണെന്ന് നോക്കാം നമുക്ക് ഏതായാലും. അപ്പൊ അതിനു മുമ്പ് ഒരു 1-2 ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള. ഇപ്പൊ മെസ്സിയുടെ ആരാധകർ ഒരുപാടുണ്ടല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ മെസ്സിയെ കുറിച്ചൊരു ചോദ്യം. രാജ്യാന്തര കളിയില് അർജന്റീനയ്ക്ക് വേണ്ടി, ക്ലബ്ബ് ഫുട്ബോൾ അല്ല, അർജന്റീനയ്ക്ക് വേണ്ടി അദ്ദേഹം എത്ര ഹാട്രിക്കുകൾ നേടിയിട്ടുണ്ട് രാജ്യാന്തര കളിയിൽ? എത്ര ഹാട്രിക്ക് രാജ്യാന്തര കളിയിൽ ലയണൽ മെസ്സി എത്ര ഹാട്രിക്ക് നേടിയിട്ടുണ്ട്? രാജ്യാന്തര തലത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി അദ്ദേഹം എത്ര ഹാട്രിക്? ക്ലബ്ബല്ലാതെ ഒരു ഹാട്രിക് അല്ല ചേട്ടാ, ഗൂഗിള് നോക്കണത് നമ്മൾ നോക്കിയിട്ട് പറയാൻ പാടില്ല. അറിയുന്ന ഒരാള്, വെറുതെ വിളിച്ച് പറയാതെ അറിയുന്ന ഒരാള്. ചേട്ടാ 3 അല്ല ചേട്ടാ, 3 അല്ല 5 അല്ല. ആ ചോദ്യം വായിച്ചു, നിങ്ങൾ കണ്ടുപിടിച്ചോളാം. അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഓക്കെ, ആ ചോദ്യം തന്നെ ഒഴിവാക്കി ഒരു ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർജന്റീനയും ബ്രസീലും ഫൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ 2 ടീമുകളും ആദ്യമായിട്ട് ലോകകപ്പിലല്ല, മൊത്തത്തിൽ ആദ്യമായിട്ട് കളിച്ചപ്പോ ഏത് ടീമാണ് ജയിച്ചത്? എന്തായിരുന്നു സ്കോർ? അർജന്റീനയും ബ്രസീലും ആദ്യമായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ ഏത് രാജ്യമാണ് ജയിച്ചത്? എന്തായിരുന്നു സ്കോർ? നിന്റെ ഒരു സ്വപ്നാണ് നീ പറഞ്ഞത്. അതല്ല, 3-1. ആർക്ക് പറയാം? ആദ്യ കളിയിൽ അത് ചരിത്രമാണ്. നിങ്ങൾക്ക് നാളെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ എന്താ തോൽവികളൊക്കെ പണ്ടുണ്ടായിട്ടും അതൊക്കെ കഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ തോറ്റെന്ന് സമ്മതിച്ചു. ആദ്യ കളിയിൽ നിങ്ങൾ തോറ്റാണോ? തോൽവികൾ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഖത്തർന്ന് അത് മുതലും അല്ല, അതിന് മുന്നേ ഉണ്ട്. അപ്പൊ തോൽവിയും ജയമൊന്നും ഞമ്മക്ക് അറിയില്ല. പക്ഷെ എന്നാലും ടീം അർജന്റീന. ചോദ്യം ഒഴിവാക്കി. അങ്ങനെയാണെങ്കിൽ വേൾഡ് കപ്പിൽ എത്ര ടീമുകൾ ഇതുവരെ കപ്പ് നേടിയിട്ടുണ്ട്? എത്ര ടീമുകൾ ലോകകപ്പ് വേൾഡ് കപ്പിൽ എത്ര ടീമുകൾ കപ്പ് നേടിയിട്ടുണ്ട്? എത്ര ടീമുകൾ? 6 അല്ല. 6 അല്ല. സമ്മാനം നമ്മുടെ ഷാജി റിപ്പോർട്ടർ തന്നെ നൽകുന്നതാണ്. അതൊന്ന് പിടിച്ചോളൂ. ഞങ്ങളുടെ ഷാജിയാണ്. അവനെ
നമ്മളെ ഷാജി നമ്മുടെ സ്വന്തം റിപ്പോർട്ടർ ഷാജി വയനാട് വിഷൻ ചാനലിന്റെ ഒരു ജേഴ്സി ഉണ്ട്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് സുൽത്താൻ ബത്തേരി, നമ്മുടെ മാനന്തവാടി കൽപ്പറ്റയൊക്കെയുള്ള അവർക്ക് ഇതാ ഒരു സമ്മാനം. ഓക്കെ, GK വേണം, GK വേണം. അടുത്തൊരു ചോദ്യം. വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഗോൾ അടിച്ച കളിക്കാരൻ? 11 സെക്കൻഡിലാണ് ആ ഗോൾ അടിച്ചത്. തുർക്കിയുടെ കളിക്കാരനാണ്. തുർക്കിയുടെ കളിക്കാരൻ. പേരാണ് അറിയണ്ടേ? ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന ഓക്കെ. ലാസ്റ്റ് ചോദ്യം. ഹാക്കൻ സൂക്കർ തുർക്കിയുടെ 11 സെക്കൻഡിൽ ഗോൾ അടിച്ചു. ചോദ്യമാണ്, ലോകകപ്പിന്റെ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടിയ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? അല്ല, മോൻ പറഞ്ഞത് ശരിയാണ്. കേപ്പ് വെർഡെ. കേവലം 5 ലക്ഷത്തോളം ജനസംഖ്യയുള്ള കേപ്പ് വെർഡെയാണ് ആ നേടിയിട്ടുള്ളത്. കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിന്റെ ഒരു ചെറിയ സമ്മാനം. മോന്റെ പേരെന്താ? അജൽ. കറക്റ്റ്. നല്ലൊരു കൈയടി കൊടുത്തേ. പോർച്ചുഗലിന്റെ ഇവൻ ഫാൻ ബേസിന്റെ ആളാ. ഏതായാലും നമ്മുടെ ഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റ് ജോയ് ചേട്ടൻ. അപ്പോ നമുക്കറിയാം, നമ്മൾ ഇനി നമ്മുടെ ഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വളരെ മനോഹരമായിട്ട് ഇവിടെ ലീഗൊക്കെ നടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പൊ ഇവരെ മോശക്കാരാക്കാൻ പറ്റില്ല. വളരെ ഭംഗിയായിട്ട് ഇവർ ഇന്നത്തെ ഈ നമുക്കുള്ള സ്വീകരണമൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് നമുക്ക് നമ്മുടെ കായികോപകരണങ്ങളൊക്കെ കിട്ടുന്ന വയനാട്ടിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനമാണ് ബ്യൂട്ടി സ്പോർട്സ് സുൽത്താൻ ബത്തേരി. ഓക്കെ, ബ്യൂട്ടി സ്പോർട്സ് ആണ്. അവർ നിങ്ങൾക്ക് ഒരു വിലപ്പെട്ട സമ്മാനം. ഓക്കെ, അപ്പൊ ഭാവനയെ കുറിച്ച് 2 വാക്ക്. ഭാവന ഉണ്ടാ? പിന്നെ ഭാവന നമ്മുടെ എന്തായാലും കുറെ അടുത്ത കാലത്തായിട്ട് ഈ നമ്മളിപ്പോ സ്പോർട്സിന് ഒത്തിരി ആയിട്ട് നമ്മൾ ഇതിനെ ക്രമീകരിക്കുന്നത്. പഴയ കാലത്ത് നമ്മുടെ ഇവിടെ ഉള്ളത് നമ്മുടെ മൺമറിഞ്ഞു പോയ കുറെ നമ്മുടെ ചേട്ടന്മാർ അവർ ഈ പഴൂര് ഗ്രൗണ്ടിൽ നമ്മളെ ഈ എനിക്ക് തോന്നുന്നു നെന്മേൻ പഞ്ചായത്തിൽ അതിമനോഹരമായ ഒരു ഗ്രൗണ്ടാണിത്. കാരണം റോഡ് സൈഡിലൂടെ പോകുന്നു, ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഇന്ന് കാണാം. അപ്പൊ നമ്മൾ അവര് തുടങ്ങിയ നമ്മുടെ പൂർവികര് ചേട്ടന്മാർ തുടങ്ങിയ ആ നല്ല കാൽപന്ത് കളികൾ ഇന്ന് അവരുടെ മക്കളും കൊച്ചുമക്കളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടു നടക്കുന്നത്. അതിൽ നമ്മുടെ ബേബിച്ചേട്ടൻ, ഭാസ്കരേട്ടൻ, അങ്ങനെ ഭരതേട്ടൻ, അങ്ങനെയുള്ള അവർ നമ്മുടെ ഭയങ്കര ഫാനുകളായിരുന്നു. അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇപ്പോൾ ഈ കളിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും നമ്മൾ അതിനെ നല്ല മനോഹരമായി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഗ്രൗണ്ടിൽ നല്ലൊരു കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ലാപ്പസ് ഫുട്ബോൾ അക്കാദമി എന്ന് പറഞ്ഞാൽ നമ്മുടെ പപ്പൂസാണ്. അവനതിന് നല്ലൊരു കയ്യടി നമ്മളിപ്പോൾ എന്തായാലും കൊടുക്കണം. കാരണം നമ്മുടെ കുഞ്ഞുമക്കള് ഇവരൊക്കെ വീട്ടിൽ നിന്ന് ഇവരൊക്കെ നല്ല ജേഴ്സി, ഷോർട്സ്, നല്ല ബൂട്ടൊക്കെ മേടിച്ചു കൊടുത്ത് അവൻ അതിനെ നന്നായി ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ നമ്മുടെ ചേട്ടന്മാര് എന്ത് കാര്യങ്ങളും നല്ല വൃത്തിയായി നടക്കുന്നുണ്ട്. സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് കുറെ കുട്ടികൾക്ക് അല്ലേ? കുറച്ച് പേർക്ക് നമ്മളെന്തായാലും പപ്പൂസിന്റെ ഒരു കഴിവാണ്, നന്നായി നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം. ഈ വേൾഡ് കപ്പ് 2026 ഞങ്ങളുടെയൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മുടെ സ്വന്തം ബ്യൂട്ടി സ്പോർട്സ് സുൽത്താൻ ബത്തേരി നൽകുന്ന ഒരു ട്രയോണ്ടയുടെ പതിപ്പ് തന്നെയാണ് ഈ ബോള്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ഒരു പഴൂർ ഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇനിയും ഒരുപാട് ഉയരങ്ങൾ താണ്ടട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കാനുള്ളത്. കാരണം ഇവരുടെയൊക്കെ വൈബ് കണ്ടാൽ അറിയാം. കുട്ടികളെയൊക്കെ വീട്ടിൽ നിന്നും ജോയ് മാഷ് പറഞ്ഞതുപോലെ ആ കുട്ടികളെയൊക്കെ ഒരുക്കി റെഡിയാക്കി ഇതിനു വേണ്ടി സജ്ജീകരിച്ചു വിട്ട രക്ഷിതാക്കൾ പുതിയ ലഹരി തേടിയുള്ള യാത്രക്കിടയിൽ നമുക്ക് ജീവിതമാണ് ലഹരി, കളിയാണ് ലഹരി, പഠനമാണ് ലഹരി, ഇതുപോലെയുള്ള കായിക കാര്യങ്ങളാണ് ലഹരി എന്നുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കൂടി ഭാവനയ്ക്ക് സാധിക്കട്ടെ. നമ്മുടെ തൂഫാനോടൊപ്പം നമുക്ക് എല്ലാവർക്കും ചേരാം അല്ലേ? നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ അത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനോടൊപ്പം നമ്മൾ എല്ലാവരും ചേരുന്നു. അതോടെ തന്നെ നമ്മുടെ തോമസ് മാഷ്, അതുപോലെ ഇദ്ദേഹത്തിന്റെ പേര്, മുൻ പ്ലേയേഴ്സ് ആണ് ഇവരൊക്കെ. ഇവരൊക്കെ പ്ലേയേഴ്സ് കൂടിയാണ്. അപ്പോൾ വലിയ ഗ്രൗണ്ട് സജ്ജീകരണങ്ങളൊക്കെ വർഷങ്ങളായിട്ടുണ്ട്. ഒരുപാട് ഉയരങ്ങളിലേക്ക് ഭാവന എത്തട്ടെ. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മളെ ഫ്രീ കിക്ക് കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്, അതുപോലെ സമ്മാനങ്ങൾ നൽകിയ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, രുചിപുര സീ ഫുഡ് ഹബ്, അറബി കോളേജ് റോഡ് സുൽത്താൻ ബത്തേരി, മാണിക്യം ഡിസൈനർ ജ്വല്ലറി സുൽത്താൻ ബത്തേരി, കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് സുൽത്താൻ ബത്തേരി. അപ്പോൾ എല്ലാവരും നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ചേരുന്ന ആളുകളാണ്. ഒരുപാട് സന്തോഷം. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് ഫ്രീ കിക്ക്.